ഇത് 40 ദിവസം വെച്ചാൽ ആ മുട്ട അങ്ങനെ തന്നെ ഇരിക്കും. ഈ രണ്ട് കുഞ്ഞുങ്ങളെ കാല് ഫുൾ വൈഡായിരുന്നു. മൊത്തം ഇൻക്യുബേറ്റർ ഒന്ന് മേടിച്ച് വെക്കേ, അല്ലെങ്കിൽ ഒന്ന് ഡെറ്റോളോ ഇത് കൊണ്ടുപോയിട്ട് മുട്ട വെച്ചിട്ട് നോക്കുന്ന ഒരു പ്രേക്ഷകന് വേണ്ടിയിട്ട് എന്താണ് സന്തോഷമായിട്ട് പറഞ്ഞു കൊടുക്കാൻ? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? വാങ്ങിട്ട് വെക്കോ. കഴിയില്ല, നമ്മൾ ടെൻഷൻ എടുപ്പിക്കില്ല ചേട്ടാ. നമസ്കാരം സന്തോഷേട്ടാ. നമസ്കാരം, പറയേ. എന്താണ് ഇന്നത്തെ പരിപാടി? ഇന്ന് നമ്മളെ ഇൻക്യുബേറ്ററിനകത്ത് മുട്ട വെച്ചിട്ടാണ് 21 ദിവസമാണ് വെക്കി. 21 ദിവസം വൈകുന്നേരത്തേക്ക് ആവും കേട്ടാ. ഞങ്ങളിപ്പോ തന്നെ കുഞ്ഞുങ്ങൾക്ക് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നോക്കിയേ, അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ നന്നായി വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 5-6 മുട്ട വിരിയാത്തുള്ളൂ, 6 മുട്ട വിരിയാനുള്ളൂ. പക്ഷെ 2 മുട്ടയ്ക്ക് പൂവൊന്നുമില്ല. പൂവില്ലാത്ത മുട്ടകൾ അതൊക്കെ പൂവില്ല. ഫ്രഷ് മുട്ട പോലത്തെ ഇരിക്കണ്ട. നമ്മളിപ്പോ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ട കിട്ടുന്നുണ്ടോ? കടയിൽ നിന്ന് മേടിക്കുന്ന മുട്ട പോലെ തന്നെ ഇരിക്കും. അതേപോലെ തന്നെ അത് എത്ര ദിവസം വെച്ചാലും ആ മുട്ട ഫ്രഷ് മുട്ട മേടിക്കും. കാരണം വെച്ചാൽ പൂവിന്റെ ബ്ലഡ് ഇല്ലാത്തതുകൊണ്ടാണ്. പൂവിന്റെ ബ്ലഡ് ഉണ്ടെങ്കിൽ 7 ദിവസം കഴിഞ്ഞാൽ ആ മുട്ട കേടാവും. ഇതിപ്പോ അത് 40 ദിവസം വെച്ചാൽ ആ മുട്ട അങ്ങനെ തന്നെ ഇരിക്കും. അതിന് പ്രത്യേകിച്ച് പൂവൻ ക്രോസിംഗ് ആയിട്ട് പൂവുണ്ടാകാതിരിക്കും. പക്ഷെ ഇത് ക്രോസിംഗ് ആവും. അങ്ങനെ മുട്ട 2-3 മുട്ട അങ്ങനെ ഉണ്ട്. ബാക്കി കുഞ്ഞുങ്ങൾക്കൊന്നും കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾക്ക് 2 കുഞ്ഞിന് മാത്രം പ്രശ്നം കേട്ടോ. അത് പുറത്തെടുക്കാം. ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു. 2 കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. നമ്മൾക്ക് 20 ദിവസം ആകുമ്പോ തന്നെ വിരിഞ്ഞു. നമ്മളത് 19 ദിവസം വിരിയാൻ തുടങ്ങി. 2 കുഞ്ഞുങ്ങളുടെ ഫുൾ വിരിഞ്ഞിട്ട് പ്രഷർക്ക് വേണ്ടിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത്ര ദിവസം. ഈ 2 കുഞ്ഞുങ്ങളുടെ കാല് ഫുൾ വൈഡായിരുന്നു. ഈ വൈഡാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് എടുത്ത് കാണിക്കുക സന്തോഷം. നമുക്ക് ഈ 2 കുഞ്ഞുങ്ങൾ ട്രീറ്റ്മെന്റ് അതെ സന്തോഷേട്ടാ, എന്താണ് ഈ കുഞ്ഞുങ്ങളുടെ കാല് ഇങ്ങനെ ആവാൻ കാരണം? ഇതിന് ഇൻബ്രീഡ് എന്ന് പറയും. അതായത് ഒരേ ബ്ലഡിൽ ക്രോസ് ചെയ്യാവുന്ന കുഞ്ഞുങ്ങളെ ഇൻബ്രീഡ് എന്ന് പറയും. അതായത് നമ്മളിപ്പോ ഒരു 10 കുഞ്ഞുങ്ങൾ വിരിച്ചിറങ്ങും. ഈ 10 കുഞ്ഞുങ്ങൾ വിരിച്ചിറങ്ങുന്ന സമയത്ത് അവര് വീണ്ടും വലുതാകുമ്പോ ക്രോസിംഗ് ആവും. അതിനാണ് നമ്മൾ ഇൻബ്രീഡ് എന്ന് പറയുക. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ. അതായത് നമ്മൾ ഒരേ ബ്ലഡ് പേരസ്റ്റോക്കില്ലേ, അതുപോലെ പൂവൻ പടയൊക്കെ ഒരേ അമ്മയിൽ നിന്നും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വീണ്ടും വലുതാകുമ്പോഴാണ് ഒരേ ബ്ലഡ്. അപ്പൊ ഈ ബ്ലഡ് കഴിച്ച് കഴിഞ്ഞിട്ടോ കാല് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മുട്ടനുള്ള കുഞ്ഞുങ്ങൾ ചാവും. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവും. മുട്ടനുള്ള കുഞ്ഞുങ്ങൾ ആരോഗ്യമില്ലാണ്ട് പുറത്തേക്ക് വരില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇതിനാണ് നമ്മൾ ഇൻബ്രീഡ് എന്ന് പറയുക. അപ്പൊ അങ്ങനെ ഉള്ളത് എന്താ അറിയോ, പൂവനെ മാറ്റുക. മാറ്റി പുറത്തുനിന്ന് പൂവനെ കൊണ്ടിട്ട് ആ പ്രശ്നം തീരും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മനസ്സിലായി? അതേപോലെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെള്ളം വെക്കുന്നത് പക്കയായിരിക്കണ്ട. വെള്ളം വെക്കുന്നത് പക്കയായിരിക്കണം. പിന്നെ അതേപോലെ നമ്മൾ എന്താ അറിയോ, ഒരു പ്രാവശ്യം ഇൻക്യുബേറ്റർ മുട്ട വെച്ച് വിരിഞ്ഞു. ഇതിനകത്ത് ഫുള്ളും ബ്ലഡ് ഉണ്ടാകാം. ചിലവാ ബ്ലഡ് അതിന്റെ പൊടികളുണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഫാൻ ഓടുമ്പോൾ പൊടിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കംപ്ലീറ്റ് ബ്ലഡ്, ചെറിയൊരു ബ്ലഡ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് അറിയോ, ഒരു പ്രാവശ്യം വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ മാറ്റി എന്ത് അറിയോ, മൊത്തം ഇൻക്യുബേറ്റർ ഒന്ന് മേടിച്ച് വെക്കേ, അല്ലെങ്കിൽ ഒന്ന് ഡെറ്റോളോ സാനിറ്റൈസോ ഒന്നും സ്പ്രേ ചെയ്യുക. ഡെറ്റോളോ സാനിറ്റൈസോ വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുന്നത്. നമ്മളിപ്പോ ഒരു കാര്യം, നമ്മളിപ്പോ പനി പിടിച്ച് നമ്മൾ പല ഭാഗത്തേക്കും പോയിട്ട് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല ഭാഗത്തേക്കും പോയിട്ട് വരുമ്പോൾ ശരിക്കും നമ്മൾ കൈ അടക്കം സാനിറ്റൈസർ തുടയ്ക്കുന്നതാണ് ഇതിന്റെ പഠനം. മനസ്സിലായി? കൈ അടക്കം ബാക്ടീരിയ, വൈറസ്, അണുവിംസോ ഒക്കെയാണ് നമ്മളതിന്റെ പഠനം. നമ്മളിതൊന്നും ചെയ്യാണ്ട് പോയിട്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വല്ല പനി അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ ശ്രദ്ധിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കോഴി കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നത്. 1 ദിവസം പ്രായമാവുന്ന കുഞ്ഞുങ്ങളാണ്. അവര് നമ്മൾ ഇത് ആദ്യമായിട്ട് പുറത്തേക്ക് വരുന്ന, അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കില്ലേ, പുറത്തേക്ക് വരുന്നതാണ്. അപ്പൊ നമ്മുടെ അതായത് ബാക്ടീരിയ, വൈറസൊക്കെ ഇതിന് പകരം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഹാച്ചറിക്ക് പോയിച്ചോ. ആ ഹാച്ചറി പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ജസ്റ്റ് അതിന്റെ ഉള്ളിൽ കയറ്റി വിടില്ല. കാലടക്കം അവിടെ ചെരുപ്പ്, അവരുടെ ചെരുപ്പ് നമ്മൾ ഉള്ളിൽ കയറ്റുള്ളൂ. അത് പ്രത്യേകത നമ്മൾ പല ഭാഗത്ത് വരുന്നതാണ്. ആ ഡെറ്റോള് സ്പ്രേ കൈയും കാലം കഴുകി വൃത്തിയ ശേഷമാണ് അവർ നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് കാണിച്ചുള്ളൂ. അപ്പൊ അത്രയും ഇതിന്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ആളുകൾ എന്തറിയോ, ഇതിനകത്ത് തന്നെ തീറ്റി വെച്ച് കൊടുക്കും, വെള്ളവും വെച്ച് കൊടുക്കും, ഇതിനകത്ത് മൊത്തം നശിപ്പിക്കും. ഒരു പ്രാവശ്യം വെച്ച് വിരിയിപ്പിക്കും, 2ാമത്തെ പ്രാവശ്യം വെച്ച് വിരിയിപ്പിക്കും. ഇത് ഇവരെന്ത് അറിയോ, അവരത് വൃത്തിയാക്കി ക്ലീൻ ചെയ്യില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇൻക്യുബേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യുക, നമ്മളതിന്റെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് പോകാതിരിക്കുക, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കൈയൊക്കെ ഒന്ന് കൈയിട്ട് മുട്ടൊക്കെ ഒന്ന് നനക്കി കൊടുക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ഇതൊക്കെ പറയുന്നത് നമ്മളെ കോഴിയുടെ ചെറിയ പാൾട്ടാണ്.
ഇൻബ്രീഡ് എന്ന് പറയും ഇതിനൊക്കെ നമ്മൾ മേടിച്ച മുട്ടന്റെ കുഴപ്പമാണ്. പക്ഷെ അത് പൂവൻ അവർക്ക് അറിയില്ല അതിന്റെ എങ്ങനെ പാരസ്റ്റോക്ക് ഉണ്ടാക്കുന്ന ചിലപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്. പക്ഷെ ഇത് നമ്മള് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 3 ദിവസം കൊണ്ടൊക്കെ സംഭവം സാറാണ്. അവർക്ക് ആൾ ഇന്നലെ കാലൊക്കെ പരന്ന് 2 കാൽ വൈഡായിരുന്നു. ഇനിയിപ്പോ കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ ശരിയാവും. 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓക്കെ ആവും കേട്ടോ. നമ്മൾക്ക് വിജയം എന്നറിയോ, നമ്മളെ പ്രേക്ഷകർക്ക് നമ്മളെ ഇങ്ങോട്ട് വാങ്ങിയ പ്രേക്ഷകർക്ക് നമ്മൾ സപ്പോർട്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ വിജയം. അവർക്ക് സപ്പോർട്ടിന്റെ ഒരുപാട് നേരിട്ട് വന്നിട്ടാണ് ഇവിടെ സെയിൽ ചെയ്ത്. ഞാനും എന്റെ ഭാര്യയും കൂടി ചെയ്ത് തുടങ്ങിയ സംരംഭമാണ്. 2 പേരിൽ തുടങ്ങിയ ഒരു ഇൻക്യുബേറ്റർ തുടങ്ങിയ സംരംഭമാണ്. ഇപ്പൊ നമ്മളിപ്പോ എത്ര 5 ആളായി ഇവിടെ പണിക്കില്ലേ? 5 ആളുണ്ടല്ലോ ഇവിടെ പണിക്ക്. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും വർക്കുണ്ടല്ലോ, വർക്കുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ 200 മുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പൊ 100 പണി നടന്നുകൊണ്ടിരിക്കേണ്ടി. നമുക്ക് അതുകൊണ്ട് കാണിച്ചു കൊടുത്താലോ? ഇതല്ല ഒരു സെക്ഷൻ 100 മൂടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വർക്ക് ചെയ്യുമ്പോഴേക്കും ഏകദേശം ഒരു മാസം ഏകദേശം ആവും. അപ്പൊ ഇത് കഴിയുമ്പോഴേക്കും ഇതിന്റെ വർക്ക് കഴിയുമ്പോഴേക്കും അടുത്തതിന്റെ വലുതൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങും. വലുതിനാണ് ഓർഡർ കൂടുതൽ, വലുതും ചെറുതും രണ്ടും ഉണ്ട്. നമ്മളതിന് വർക്ക് നമ്മൾ ഫുള്ള് നടന്നുകൊണ്ടേയിരിക്കും, സാധനം നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ 100 വർക്ക് കഴിഞ്ഞാൽ അടുത്ത 100 വർക്ക് കഴിയുമ്പോഴേക്കും നമ്മൾ 100 മുട്ടന്റെ കഴിയാറാവും. അപ്പൊ അതിന് സന്തോഷേട്ടാ, നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടാണോ ഉണ്ടാക്കുന്നത്? നമുക്ക് ഓർഡർ ഒന്നുണ്ടല്ലോ, നമുക്ക് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇത് പോയിക്കൊണ്ടേയിരിക്കും. രീതിയിൽ നല്ല രീതിയിൽ മുട്ട വെള്ളം വെക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. വെള്ളം റൗണ്ട് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എന്റെ സജഷൻ വെച്ച് കഴിഞ്ഞാൽ കിട്ടും, ഒരു സംശയമില്ല. ഫസ്റ്റ് ടൈം എന്താണ് ഇത് കൊണ്ടുപോയിട്ട് മുട്ട വെച്ചിട്ട് നോക്കുന്ന ഒരു പ്രേക്ഷകന് വേണ്ടിയിട്ട് എന്താണ് സന്തോഷമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളത്? ആദ്യം ചെറുതിൽ തുടങ്ങാം. ചെറുതെന്ന് പറയുമ്പോൾ ഒരു കർഷകന് അറിയാമെന്നുണ്ടെങ്കിൽ അത് തുടങ്ങാം, കുഴപ്പമില്ല. അറിയാത്തൊരു കർഷകന് ചെറിയൊരു മുതൽ മുടക്കാം. നമുക്ക് നമ്മുടെ 200 മുട്ട വെക്കുന്നത് 2500 രൂപ. സംരംഭം തുടങ്ങുന്നതിന് 2500 മുടക്കാൻ വലിയ സംഭവമൊന്നുമല്ല, ലക്ഷങ്ങളൊന്നും മുടക്കണ്ട. ഒരു 2500 മുടക്കുക, കുറച്ച് കോഴിമുട്ടയും വാങ്ങിയാൽ അയാൾക്ക് സംരംഭം തുടങ്ങാം. അത് അത്ര നമ്മൾ വ്യത്യാസമുള്ളൂ. നമ്മുടെ ഇൻക്യുബേറ്ററിന്റെ ഷോപ്പിൽ വ്യത്യാസമില്ല. ചെറിയൊരു ഒരു പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻക്യുബേറ്റർ വെച്ച് ഇരിപ്പിക്കാൻ സംരംഭം തുടങ്ങാൻ കഴിയും. അത്ര നമ്മുടെ ഒരു ചെറിയ പൈസ ആവശ്യമുള്ളൂ. ഇതൊന്ന് തുടങ്ങാം. ഒരുപാട് ആളുണ്ട്. നമ്മൾ തുടങ്ങിയ ആളുകളിലൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും കേട്ടോ. നമ്മളൊരു ഒരു കർഷകന് നമ്മളിതുകൊണ്ട് വിജയിച്ച കർഷകർ അവരുടെ ഡീറ്റെയിൽസ് അടക്കം അയച്ചു കൊടുത്തിട്ടാണ് താല്പര്യം. അവരോട് കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. നമ്മൾ ഒരാളും പ്രശ്നം ചെയ്ത് വാങ്ങിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ വാങ്ങിട്ട് വെക്കോ, കഴിയില്ല നമ്മൾ ടെൻഷൻ എടുപ്പിക്കില്ല. ചേട്ടാ നിങ്ങൾ വാങ്ങിച്ച പറ്റുമോ അങ്ങനെ നമ്മൾ പറയില്ല. പ്രഷർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഒരാളും പ്രഷർ ചെയ്യില്ല. അവരെ കൊണ്ട് കഴിയുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കും. കഴിയാത്ത ആളുകളെ നമ്മൾ ഒരിക്കലും പ്രഷർ ചെയ്യില്ല. താല്പര്യമായിട്ട് വരുന്ന ഒരു പ്രേക്ഷകന് ഉറപ്പായിട്ട് സന്തോഷേട്ടന്റെ 100% സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇത്ര നമ്മുടെ ഇൻക്യുബേറ്ററിന്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫുൾ സ്റ്റോക്കാണ് അല്ലേ. ഇതൊക്കെ അങ്ങനെ ഈ 100 വർക്ക് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ ഭാഗങ്ങൾ കാര്യമായി വരും. അടുത്തത് വീണ്ടും പണിതുകൊണ്ടിരിക്കും. അങ്ങനെ വർക്ക് ഇങ്ങനെ എത്ര ആൾ നോക്കിയേ, 3-4 ആൾ വർക്കുള്ള. നമുക്കിവിടെ ഒന്നും അവര് വന്നിട്ട് 2 വർഷമായി. നമ്മുടെ ഭാര്യയുണ്ട് 2 വർഷമാളാണ്. 1 വർഷമാളാണ്. മനസ്സിലായില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചാനലും സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് മുന്നോട്ട് കാണാം.